വിവിധ തരത്തിലുള്ള കാലാവസ്ഥകൾ നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ സമ്മറും അങ്ങനെയൊക്കെയുള്ള 1-2 സീസണുകളേ ഉള്ളൂ. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവിടെ നമുക്ക് ഫോളുണ്ട്, സ്പ്രിംഗ് ഉണ്ട്, ഓട്ടമുണ്ട്, ഇങ്ങനെ പല കാലാവസ്ഥകളാണ്. പ്രത്യേകിച്ച് ഈ തണുപ്പ് വരുന്നതിന് മുമ്പായി, തണുപ്പ് കാലത്തിന് മുമ്പായി വൃക്ഷങ്ങളെല്ലാം ഇല പൊഴിക്കും. ഒറ്റ ഒരു ചെടിയിൽ പോലും ഇലകൾ ശേഷിക്കാതെ എല്ലാ വൃക്ഷങ്ങളിലെ ഇലകളും പൊഴിക്കും. എന്തിനാണ് ഇലകൾ പൊഴിക്കുന്നതെന്ന് ചോദിച്ചാൽ, തണുപ്പ് കാലത്ത് പ്രത്യേകിച്ച് ഐസ് ഉണ്ടാകുമ്പം ഈ ഇലകളിലൊക്കെ വെള്ളം ഐസായി ഈ ഇലയുടെ ഭാരം കൂടി ഇത് ഒടിഞ്ഞു പോകാതിരിക്കാൻ മരങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഇലകളെല്ലാം പൊഴിച്ച് കളയുക. ഫോൾ സീസണാണ്. ഫോള് കഴിയുമ്പോഴാണ് ഈ തണുപ്പും ഐസും ഒക്കെ ഉണ്ടാകുന്നത്. ഐസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 4-5 മാസത്തേക്ക് ഐസ് മാത്രമേ ഉള്ളൂ. അപ്പം മരങ്ങളെല്ലാം ശിഖരങ്ങൾ മാത്രമേ കാണൂ, ഇലകളൊന്നും കാണത്തില്ല. നമ്മൾ ഓർക്കും ഈ മരമെല്ലാം തീർന്നു, ഇതിനെ ഒന്നും കിളിക്കാൻ പോകുന്നില്ല, കിളിർക്കത്തില്ലെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അല്പം കഴിയുമ്പോൾ ഒരു സീസൺ, സ്പ്രിംഗ് എന്ന് പറയുന്നൊരു സീസൺ വരികയാണ്. ഈ ഇലകളെല്ലാം പൊട്ടിമുളയ്ക്കാൻ തുടങ്ങും. അല്പനാളുകൾ കഴിയുമ്പോൾ ഇതുവരെ ശിഖരങ്ങൾ മാത്രമായി അസ്ഥികൂടമായി നിന്ന, അസ്ഥികോലമായി നിന്ന ഈ മരങ്ങളിലെല്ലാം ഇലകൾ അങ്ങോട്ട് വളരും, വളർന്നത് പൂക്കാൻ തുടങ്ങും. സ്പ്രിങ് ഏറ്റവും നല്ലൊരു സീസണായി മാറുക. ഇതെല്ലാം പൊട്ടിമുളയ്ക്കാൻ തുടങ്ങും. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ എല്ലാം ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്കൊന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. ചില സമയത്തൊക്കെ നമ്മൾ വീണുപോയി, ക്ഷീണിച്ചുപോയി, തളർന്നുപോയി, അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ എല്ലാ വിധത്തിലും നിങ്ങൾ തളർന്നും തകർന്നും ഇരിക്കുമ്പോഴും നമ്മുടെ അകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു സ്പ്രിംഗ് ഉണ്ട്, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായമാണ്. മാർത്തയുടെയും മറിയുടെയും വീട്ടിലേക്ക് യേശു വരികയാണ്. ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, 3 ദിവസവുമായി കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് യേശു വരുമ്പോൾ, യേശു വരുന്നത് കണ്ടിട്ട് മറിയ ഓടിച്ചെന്ന് യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. മറിയം അത് തന്നെയാണ് പറയുന്നത്, മാർത്തയും അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ മാർത്ത അത് പറയുമ്പോൾ കർത്താവ് മാർത്തയോട് പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അന്നേരം മാർത്ത അവിശ്വാസത്തോടെ പറയുന്നു, കർത്താവ് ഇത് ഒടുക്കത്തെ നാളിൽ സംഭവിക്കുമെന്ന് എനിക്കറിയാം. കർത്താവ് പറയല്ല, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് കണ്ണുനീര് വാർത്ത് അവിടെ ചെല്ലുകയാണ്. അവനെ ആ കല്ലറയിൽ അവനെ എവിടെ വെച്ചു എന്ന് ചോദിക്കുന്നു. അതിന്റെ കല്ല് ഉരുട്ടി മാറ്റാൻ പറയുന്നു, അവന്റെ കെട്ടഴിക്കാൻ പറയുന്നു. നോക്കിയേ, ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ കർത്താവിന്റെ വാക്ക് ലാസറെ പുറത്തു വരിക എന്ന് കേട്ടപ്പോൾ ലാസർ പുറത്തേക്ക് വരിക, ജീവനോടെ പുറത്തു വരിക. ഇത് തന്നെയാണ് സംഭവം. നിങ്ങളിന്ന് ശുഷ്കിച്ചും ക്ഷീണിച്ചും ബലഹീനമായും അസാധ്യങ്ങൾ മാത്രം കാണുന്നെങ്കിൽ ആ ദൈവ സാന്നിധ്യം നിങ്ങളിലേക്ക് ഇറങ്ങുമ്പം, പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ നിങ്ങൾ ചെറിയ ഇലകൾ ഇങ്ങനെ പൊട്ടിമുളയ്ക്കും, ചെറിയ പൂക്കൾ ഉണ്ടാകും, ഫലം കായ്ക്കാൻ തുടങ്ങും. മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന ഫലങ്ങൾ കായ്ക്കാൻ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യം നോക്കിയിട്ട് എല്ലാം തീർന്നെന്നും ഉണങ്ങിപ്പോയെന്നും വരണ്ടുപോയെന്നും പറയണ്ട. നാളുകളായി പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർ പരിഹസിക്കുന്നു, എനിക്ക് തലമുറയില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് വിഷമിക്കുന്നെങ്കിൽ ദൈവാത്മാവിൽ നിങ്ങൾ ഓർക്കണം, ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്കുണ്ട്, ഒരു സ്പ്രിംഗ് ഉണ്ട്. ഇലകളൊക്കെ പൊട്ടിമുളയ്ക്കും. ഇന്നലെയൊക്കെ വരണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ പാന്താവിലേക്ക് നയിക്കാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് തന്നെ വിശ്വസിക്കണം, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഒരുപക്ഷെ മറ്റാർക്കും അറിയത്തില്ല, എന്നാൽ കർത്താവിനറിയാം. എന്നാൽ ഇന്ന് നിൽക്കുന്ന ആ ഒരു അസ്ഥികൂടം മാത്രമേ ഉള്ളൂ, കടഭാരമാണ്, നാട്ടിലൊക്കെ അപമാനപ്പെട്ടു. എന്നാൽ അവിടെ നിന്ന് ഒരു പൊട്ടിമുളച്ച് ഒരു സ്പ്രിങ്ങിന്റെ അനുഭവം നൽകാനായിട്ട് കർത്താവിന് കഴിയും. നിശ്ചയമായിട്ടും അത് നിങ്ങൾ വിശ്വസിക്കണം. അവിടെ ദൈവപ്രവർത്തികൾ ഉണ്ടാകും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം നൽകും. അത് വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവ സാന്നിധ്യം ഇറങ്ങി നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരും, വിടുതലുകൾ തരും, നിങ്ങളുടെ പ്രതിസന്ധികൾ വഴിമാറും. അതുകൊണ്ട് തന്നെ ഇന്ന് വിശ്വസിക്കണം, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകും. നാറ്റം വമിക്കുന്ന ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് യേശു ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ നിങ്ങൾ ഒരു പരിഹാസ വിഷയമായ അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് ഒരു ഉദ്ധാരണവും ഉയർത്തെഴുന്നേൽപ്പ് നൽകും. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് നിരാശപ്പെട്ട് തകർന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കർത്താവരെ തൊടണമേ, ഉയർത്തെഴുന്നേൽപ്പ് നൽകണമേ, പ്രതീക്ഷകൾ നൽകണം, പുത്തൻ ഉണർവ് നൽകണമേ. ദൈവകാര്യങ്ങളിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യത്തോടെ പോകാം. ഗോഡ് ബ്ലെസ് യു.